അപ്പോൾ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ. പിതാവിൻ്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു മുന്തിരിവള്ളി. അപ്പൊ നമ്മൾ ഇനി ആരാകണം? ആ മുന്തിരിവള്ളിയോട് ചേർന്ന് ഇരിക്കുന്നൊരവസ്ഥ. അതാ ഈ പഠനത്തിൽ വരുന്നത്. എന്നിൽ കായ്ക്കാത്ത മുമ്പൊക്കെ അവൻ നീക്കിക്കളയും. അപ്പൊ മുന്തിരിവള്ളിയോട് ചേർന്നിരുന്ന് ഫലം കൊടുക്കുന്നില്ലെങ്കിൽ അവൻ നീക്കിക്കളയും. കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിൽ ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. അപ്പൊ കർത്താവിനോട് ചേർന്നിരുന്ന്, ഈ വചനത്തിലെ വ്യവസ്ഥ അനുസരിച്ച് എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിപ്പിൻ. കർത്താവിൽ വസിക്കുക, കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ വസിക്കുക. വളരെ ശ്രദ്ധേയമായൊരു പഠനമാണിത്. കർത്താവിൽ വസിക്കുക, അവനിൽ വേരൂന്നുക. കൊലോസ്യ ലേഖനത്തിൽ ആ ഒരു പദം കൊണ്ട് എടുത്തൊന്ന് വായിച്ചാട്ട് അറിയാം. അവനിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിച്ചും എന്നുള്ളൊരു വേദഭാഗം. അതാണ് ആത്മാവദേശിക്കുന്ന വചനങ്ങളിലൂടെ നമുക്ക് കർത്താവ് നൽകി തരുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം. കൊലോസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി. അവനിൽ വേരൂന്നിയും, മുന്തിരിവെള്ളയാകുന്ന കർത്താവിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുരിക്കും. മനസ്സിലായോ? അവനിൽ വേരൂന്നുക, കർത്താവിൽ ആശ്രയിക്കുക. ചെറിയ വിഷയങ്ങൾ പോലും കർത്താവിൽ ആശ്രയിച്ച് പ്രാപിക്കുന്ന ദൈവമക്കളായി തീരുക. ഇനി അതില്ല. എനിക്ക് അവര് തരണം, ഇവര് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പലരും. നമ്മൾക്കൊരാളൊരു സഹായം തരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലാണത്. ഒരു വ്യക്തിയിൽ ഒത്തിരി ധനമുണ്ടായാൽ പോലും അത് നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ദൈവം കൽപ്പന കൊടുക്കണം, ദൈവം ഇടപെടണം. അതിനിപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ സഹായിക്കുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല, കരുതുന്നില്ല. ഇവിടെ നമ്മളെ കരുതുന്നതും നമ്മളെ സഹായിക്കുന്നതും ദൈവമല്ലേ? എന്തുകൊണ്ട് അങ്ങനൊരു ചിന്ത നമുക്ക് വരുന്നില്ല? അതാണ് ഈ വിശ്വാസി ഗുണമില്ലാതിരിക്കുന്നതിൻ്റെ പറയുന്ന കാര്യം. വിശ്വാസികൾക്ക് എന്തില്ല? ദൈവവചനത്തിൻ്റെ ജ്ഞാനമില്ല, വിവേകമില്ല, പരിജ്ഞാനമില്ല, സുബോധമില്ല. നന്നായി ദൈവവചനം വായിച്ച് പഠിച്ച് ജീവിച്ചനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആത്മീക യാത്ര സുഗമമായി മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇവിടെ കൊലോസ്യ ലേഖനക്കാരൻ പറയുന്നത് അവനിൽ വേരൂന്നുക, ആ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുക, ആ മുന്തിരിവള്ളിയിൽ നിന്ന് ഊർജ്ജം ഏറ്റെടുക്കുക, കർത്താവിൽ നിന്ന് പ്രാപിക്കുക. ലോകത്തൊരു മനുഷ്യനും നമ്മളെ സഹായിക്കണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് തെറ്റാണ്. എങ്ങനെ തെറ്റാണ്? ആദ്യം അവൻ്റെ രാജ്യം നീതി അന്വേഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് എന്ത് ചെയ്യും? തരും. രാജ്യം നീതി അന്വേഷിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, വചനം ധ്യാനിക്കാൻ സമയമില്ല, ആത്മാവിൽ ആരാധിക്കാൻ സമയമില്ല, ദൈവസന്നിധിയിൽ വിഷയങ്ങൾ വെച്ച് സ്തോത്രം ചെയ്യാൻ സമയമില്ല. തന്നിഷ്ടപ്രകാരം ഇങ്ങനെ നടക്കുക, എന്നിട്ട് അവരെ സഹായിക്കണം ഇവരെ സഹായിക്കണം നമ്മൾ പറയുക. തെറ്റാണ്. ആദ്യം അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യും? ദൈവം. പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരോട് പറഞ്ഞ ദൂത് തന്നെ ഇന്ന് ഈ പ്രിയപ്പെട്ടവരോടും പറയാൻ എനിക്ക് ആത്മാവിൽ ഹേമമുണ്ട്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് വിചാരപ്പെടരുത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് മാത്രമേ ഉള്ളൂ വിചാരം. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, മക്കളുടെ ജോലി, അത് ഇത്, കർത്താവ് ഇതെങ്ങനെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, നീറി 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 പുകഞ്ഞ് പുകഞ്ഞ്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ചിലപ്പോൾ ചിലതൊക്കെ ചത്തും പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞു. വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞു. പിന്നെ എന്തു ചെയ്യണം? ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കുന്നതിൽ വിചാരപ്പെടണമെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ വിചാരപ്പെടാൻ ആൾക്കാർക്ക് മനസ്സില്ല. ദൈവരാജ്യം ദൈവനീതിയും അന്വേഷിക്കാൻ ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് സമയമില്ല. അവരവരുടെ തന്നിട്ടം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മാട വേണം, കോട വേണം എന്ന് പറഞ്ഞ് പിറുപിറുത്ത് ഇസ്രായേൽ മക്കളുടെ ഗണത്തിൽ ഇവരും പെട്ടിരിക്കുക. പിറുപിറുപ്പാണ് ഏറ്റവും വലിയ പാപപ്പട്ടികയിൽ ഒന്ന്. പിറുപിറുപ്പ്, പരസംഗം, വിഗ്രഹാരാധന, പിന്നെ ദുർമോഹം. ഇസ്രായേൽ മക്കൾ തകർന്നു പോകാനിടയായ പാപത്തിന്റെ പട്ടികയാണ് ഞാൻ പറയുന്നത്.
5 പാപത്തിൻ്റെ പട്ടികകൾ അതിൻ്റെ ഒരു പ്രസംഗ വിഷയമാണ്. ദുർമോഹികളായി, വിഗ്രഹാരാധികളായി, പരസംഗം ചെയ്യുന്നവരായി, ദൈവത്തെ പരീക്ഷിക്കുന്നവരായി, ദൈവത്തിൽ പിറുപിറുക്കുന്നവരായി. ഈ അവസ്ഥയിൽ വന്ന് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? മരുഭൂമിയിൽ പട്ടുപോയി. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, പട്ടുപോയി, നശിച്ചുപോയി. മിരിയാമിൻ്റെ നേതൃത്വത്തിൽ മ്യൂസിക് നൈറ്റൊക്കെ ചെയ്ത് പാട്ടുപാടി ഉറഞ്ഞു തുള്ളി യാത്ര ചെയ്ത് കനാനിൽ വന്നപ്പോൾ 30 ലക്ഷത്തിൽ 25 ലക്ഷത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 2 പേര്. മരുഭൂമിയിൽ വെച്ച് ജനിച്ച ഒരു ചെറിയ ഇളം തലമുറ ഒരു ഗ്രൂപ്പ്. അതിനെ എണ്ണമൊന്നും പറയുന്നില്ല, അവിടെ പുസ്തകത്തിലില്ല. ഇനിയുള്ള കണക്കുള്ളവർക്ക് വേണമെങ്കിൽ പറയാം. അതിനെ ചൊല്ലി നമ്മൾ വഴക്കുണ്ടാക്കാനും പോകണ്ട, എത്രയെങ്കിലും ആയിക്കോട്ടെ. യാത്ര പുറപ്പെട്ടവരിൽ എത്ര പേരവിടെ ചെന്നു? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ലോകസ്നേഹങ്ങളെല്ലാം വിട്ട് ഈ ആത്മീയമായ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത്, ലോകമാകുന്ന മിസ്രൈമാകുന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവർ ആത്മീയ കനാനിൽ പോയെങ്കിൽ നമ്മൾ ആത്മീക സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. അല്ല, അവർ ആക്ഷരിക കനാനിലേക്ക് പോയെങ്കിൽ നമ്മൾ ആത്മീക കനാനാകുന്ന സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യും. ഇതൊക്കെ ഈ പിതാക്കന്മാരിൽ നിന്നാണ് ഇതൊക്കെ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ഊശാന്താടി വെച്ച പിള്ളേരൊന്നും പാർട്ടന്മാരൊന്നും ഇതൊന്നും അവരുടെ തലയിൽ മണ്ടയിലോട്ട് കയറത്തില്ല. പറഞ്ഞു അവർക്കിതൊന്നും വെളിപ്പാടായിട്ട് കിട്ടത്തുമില്ല. മനസ്സിലായില്ല? അപ്പം നാം ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇസ്രായേൽ മക്കൾ ആക്ഷരിക മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ദുർഘടമേടുകളിലൂടെ പോയി. ആക്ഷരിക മരുഭൂമി ആയതുകൊണ്ടും ദുർഘടമേടുകളായതുകൊണ്ടും അവർക്കെതിരെ ശത്രു നിരന്നതുകൊണ്ടും അല്ല അവരെ അങ്ങ് ചെല്ലാത്തത്. പോവും ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് മോശമുഖാന്തരം കൊടുത്ത പ്രമാണം അവർ പുറംകാല് കൊണ്ട് തട്ടിക്കളഞ്ഞത് കൊണ്ടാണ് അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ അവിടെ ശവങ്ങൾ വീടുപോയി, അവർ പട്ടുപോയതെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതൊന്നും പഠിച്ച് പ്രസംഗിപ്പിക്കാൻ അവിടെ ആളില്ല. അനുഗ്രഹിക്കുന്നു, വിടിവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് വിടിവിക്കല്? ഞാനതിന് സാധാരണ പറയും, നിന്നെ വെടിവെച്ച് കൊല്ലും തമ്പുരാൻ. എന്ത് വിടിവിക്കല? വിടിവിച്ചു കഴിഞ്ഞു, അനുഗ്രഹിച്ചു കഴിഞ്ഞു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, എഫെസ്യർ 1:3 അനുഗ്രഹിച്ചു കഴിഞ്ഞു. അനുഗ്രഹം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാനവജാതിക്ക് മുഴുവൻ ലഭിച്ചു. അത് വിശ്വാസത്താൽ പ്രാപിക്കാൻ കഴിയാതെ തന്നിഷ്ടം ചെയ്ത് വലിയൊരൊക്കെ പറയണ കേട്ടുകൊണ്ട് പോയാലുണ്ടല്ലോ, ഇസ്രായേൽ മക്കൾ ഒടുങ്ങിപ്പോയതുപോലെ ഈ മരുഭൂമിയിൽ ഒടുങ്ങിപ്പോകുമെന്ന് വലിയൊരു ബുദ്ധി ഉപദേശം ഞാൻ നിങ്ങൾക്ക് തരിക. നമുക്ക് ഈ ലോകമാകുന്ന മിസ്രയീമിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങൾ എടുക്കേണ്ടതെന്ന് ചേർത്തുകൊള്ളു. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലം പ്രാപിച്ചെടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് തടസ്സമായി പിശാചിന്റെ പ്രവൃത്തികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. അത് പാസ്റ്റർമാരിലൂടെയും വിശ്വാസികളിലൂടെയും ശക്തമായി നടന്നുകൊണ്ടിരിക്കുക. ആത്മദൃഷ്ടി പ്രാപിച്ച് ഹൃദയ കണ്ണ് പ്രകാശിച്ച് ഈ അപകട മേഖലകളെ തിരിച്ചറിയുക എന്നൊരു വലിയ സന്ദേശവും ഞാൻ ദൈവമക്കളുടെ മുമ്പാകെ വെക്കുകയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകും. എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. അപ്പോൾ കർത്താവിൽ നമ്മൾ ഫലകരമായി വസിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നമ്മളെ ദൈവം നീക്കിക്കളയും. പല ദൈവദാസന്മാർ ഈ ലോകത്തിൽ നിന്ന് എവിടെയെന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മൾ പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ ഈ വചനപ്രകാരം ചിന്തിച്ചു നോക്കി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് ഒരു ദൈവബോധനായി, ഒരു ദൈവദാസനായി, ദൈവസഭ സബലനായി നിൽക്കുന്നില്ലെങ്കിൽ ലോകത്തിൽ നീക്കിക്കളയാൻ സാധ്യത ഉണ്ടെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് ഞാൻ നിങ്ങളോടും പറയുക. മറ്റുള്ളവരൊക്കെ മരിച്ചു പോയാൽ അങ്ങനെ പോയി ഇങ്ങനെ പോയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ വചനത്തിലൂടെ നമ്മൾ പ്രബോധനം ഉൾക്കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ഇപ്പോൾ നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. ഇത് ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വചനം നിമിത്തം നമ്മളിപ്പോൾ ശുദ്ധിയുള്ളവരാണെന്നൊരു ചിന്ത വരും. അതങ്ങനെയല്ല. ആ വചനം കേട്ട് അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ശുദ്ധീകരണം കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം.
വചനം കേട്ട് അനുസരിക്കണം. ഒരു അപ്പോസ്തലൻ പറയുന്നത് യാക്കോബാന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നു, വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ. യാക്കോബ പത്രോസോ പറയുന്നല്ലേ, ചതിക്കാതെ. വചനം കേട്ട് 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 നമ്മളെ തന്നെ ചതിക്കുന്നവരായി ഇന്നത്തെ പെന്തോക്കോ സമൂഹം മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്, വേദനയുണ്ട്. വചനം കേട്ട് ചതിക്കുക, അനുസരിക്കുന്നില്ല. പാസ്റ്റർമാർ കിടന്ന് പ്രസംഗിച്ച് പ്രസംഗിക്കുന്നത് എന്താ? ദൈവവചനമൊന്നുമല്ല. 8 പോക്കറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ട് എന്നാ പ്രസംഗിക്കാനാ? ഇങ്ങോട്ടിട്ടോ, 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 ഇങ്ങോട്ടിട്ടോ. 8 പ്രാവശ്യം പറയാം ഇങ്ങോട്ടിട്ടോളാൻ. എനിക്ക് 8 പോക്കറ്റുണ്ട്. ഇങ്ങോട്ടിടുമ്പോഴോ അത് കർത്താവിൻ്റെ വേലയ്ക്കാണെന്ന് ആര് പറഞ്ഞു? പുള്ളിയുടെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്ന കർത്താവിൻ്റെ വേലയ്ക്കാണെന്ന് ആര് പറഞ്ഞു? ബോധമില്ലാതെ ഈ മനുഷ്യൻ പറയുന്നത് കർത്താവ് ക്ഷമിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ് ആ ഭാഗവും വിടുകയാണ്. അപ്പം നമ്മൾ കർത്താവിൽ കായ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ വെട്ടിക്കളയാൻ സാധിക്കുന്നുണ്ട്. അപ്പം ചിലർ പറയും, പക്ഷേ പലരും കർത്താവിൽ നിന്ന് ഫലമൊന്നും കായ്ക്കുന്നില്ല, നല്ല ഫലങ്ങളൊന്നുമല്ല കായ്ക്കും, പക്ഷെ അവർ ഇപ്പോഴും ശക്തിയോടെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, പന പോലെ വളർത്തുമെന്നല്ലേ എഴുതിയിരിക്കുന്നത്. അവസാനം നിത്യതയുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ തട്ടി നരകത്തിലോട്ട് കളയും, അത്രേ ഉള്ളൂ. എം സി ജോർജ് എന്ന് പറഞ്ഞൊരു കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നു, MC ചാക്കോ. അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിക്കൊണ്ടുവന്നു, മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു, ഇറച്ചി കൊടുത്തു, വസ്ത്രം ജീർണിച്ചില്ല, ചെരുപ്പ് തേഞ്ഞില്ല, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. ഇവർക്കെതിരെ വന്ന ശത്രുക്കളെ ദൈവം നിഗ്രഹിച്ചു. വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ നടത്തി. 10 അത്ഭുതങ്ങളിലൂടെ അവരെ ദൈവം നടത്തി. വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കാൻ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ദൈവം തട്ടി നരകത്തിലോട്ട് നാശത്തിലേക്ക്. ഈ ഭൂമിയിൽ നമ്മളൊരു ബന്ധക്കോസറിനായി ജീവിക്കുമ്പോൾ എല്ലാം കിട്ടിയെന്ന് വരും. സ്വർഗം കിട്ടണമെന്നില്ല. ദൈവവസ്ഥ പാലിക്കാത്തവർക്ക് സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണാൻ കഴിയില്ലെന്ന് നിക്കോദെമോസിനോട് പറഞ്ഞ പോലെ ഞാനും പറയുക. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കും കർത്താവ് പറഞ്ഞിരിക്കുന്ന വചന വ്യവസ്ഥ, പഥ്യവചനം, പഥ്യോപദേശം, രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം, ക്രിസ്തുവിന്റെ ഉപദേശം, കർത്താവ് യേശുക്രിസ്തുവിന്റെ ഭക്തിക്കൊത്ത് ഉപദേശം, ഇതനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ കാലുവയ്ക്കാൻ കഴിയില്ല. നമ്മൾ പട്ടുപോകും, നിത്യമായ നാശത്തിലേക്ക് പോകും. ഇത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതോ അധികം ഫലം കായ്ക്കരുത്, ചെത്തി പിടിപ്പാണ്. പരിശോധനകളും ബുദ്ധിമുട്ടുകളും ഇടപെടാതെ വന്നുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരോട് എനിക്ക് പറയാനുള്ളത്, നീ ഫലം കായ്ക്കാൻ വേണ്ടി ദൈവം നിന്നെ ചെത്തിക്കൊണ്ടിരിക്കും, വെടിപ്പാക്കിക്കൊണ്ടിരിക്കും. നീ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമായി തീരാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 7-ാം അധ്യായം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. അതില് 2 വാതിൽ, 2 വൃക്ഷം, പിന്നെ 2 വാതിൽ, 2 വൃക്ഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തമായി കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ പോരാടുവിൻ, ഇല്ലേ? ഇപ്പൊ 2 വാതിലുകൾ. എന്നിൽ ഈ സ്തോത്രം, ഞാനത് വചനത്തിലൂടെ നിങ്ങളെ എടുത്ത് പഠിപ്പിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മൾ വചനം വിട്ടുള്ളൊരു കളിയും നമുക്കില്ല. സ്തോത്രം, സ്തോത്രം. അത് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. 2 വാതിൽ, 2 വൃക്ഷം, 2 മനുഷ്യർ. പെട്ടെന്ന് ചിലപ്പോൾ അതങ്ങ് മറന്നുപോയെന്ന് വരും, പെട്ടെന്ന് എനിക്കങ്ങ് വിട്ടുപോയി. എന്തൊക്കെയാണ്? 2 വാതിൽ, 2 വൃക്ഷം, 2 വീട് പണിയുന്ന മനുഷ്യർ. ഈ സാദൃശ്യ പഠനത്തിലൂടെ കർത്താവ് ലോകത്തോട് പറയുന്ന മഹത്തരമായ സത്യങ്ങൾ, അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ, അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് ജനത്തെ നല്ല വൃക്ഷമായി തീരണമെന്നും ആ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ആയിത്തീരണമെന്നും ഇടുക്കുവാതിലൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കണമെന്നും പറയാനിവിടെ ആളില്ല. തത്വത്തിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ അവിടെ കിടക്കും. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ വാതിലും
ആ രണ്ട് മനുഷ്യരുടെ പണിയും അതും അങ്ങ് വിട്ടിട്ട് ആ വൃക്ഷം എന്നുള്ള പഠനത്തിലേക്ക് ഞാൻ വരിക. ഹല്ലേലൂയ. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. കള്ളപ്രവാദിമാരെ സൂക്ഷിച്ചുകൊള്ളുന്ന ആടുകളുടെ വിഷം കൊണ്ട് നിങ്ങൾ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളത്രേ, അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. കണ്ടോ? രണ്ട് വാതിൽ, രണ്ട് വൃക്ഷം, രണ്ട് വീട് പണിക്കാർ. ഇതിന്റെ ആത്മീയർത്ഥം മനസ്സിലാക്കിയാൽ എൻ്റെ ദൈവമേ, എന്തോരം ദൈവഭയത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയും. നല്ല വൃക്ഷം, ഗുഡ് ട്രീ, ഗുഡ് ഫ്രൂട്ട്. ഒരു നല്ല വൃക്ഷവും ഒരു നല്ല ഫലവുമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാട്ടിലൊക്കെ വളർന്നു വരുന്ന ഒരു ഫലം പോലെയൊന്നുമല്ല. ഇഷ്ടംപോലെ മരങ്ങൾ കാടുകളിൽ വളർന്നു വരും. എന്തിനുമുള്ള തേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ശരിയാണ്. എന്നാൽ ഒരു നല്ല തെങ്ങ് വളമിട്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ തേങ്ങ മാസം തോറും കിട്ടിക്കൊണ്ടിരിക്കും, അതിന് വളം കൊടുത്ത് വളർത്തിയാൽ. സഭകളിലുള്ള വിശ്വാസികളെ ആത്മീയമായി നല്ല വചനത്തിൻ്റെ പ്രബോധനങ്ങൾ കൊടുത്ത് അവരെ വളർത്തി, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ കൊടുത്ത് ആത്മനിറവൻ ജീവിതത്തിലേക്ക് അവരെ നടത്തി ആത്മീയമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് പഥ്യവചനം, പഥ്യോപദേശം കൊണ്ട് അവരെ ഉപദേശിച്ച് സഭയിലെ വിശ്വാസികളെ ശുശ്രൂഷകന്മാർ വളർത്തിയെടുത്താൽ എത്ര മനോഹരമായിരിക്കും. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ സ്തെഫാനോസിൻ്റെ മരണശേഷം വിശ്വാസികളായിട്ടുള്ളവർ, കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള വിശ്വാസികൾ ചെതറിപ്പോയി. ആ ചെതറിപ്പോയവർ എന്ത് ചെയ്തു? അവിടെ ചപ്പടി വിദ്യ കാണിച്ച് ഊതിയിട്ട് ഒന്തിയിട്ട് കുറപ്പിച്ച് ചിരിപ്പിച്ച് അവർ കാശുണ്ടാക്കുകയല്ലേ ചെയ്ത്. അവർ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഇന്നത്തെ ദുർപദേഷ്ടകന്മാർക്കും കള്ളപ്രവാചകന്മാർക്കും ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ പറയുകയാണ്. ഈ പോകുന്നവർ ചെപ്പടി വിദ്യ കാണിച്ച് അവർ കഞ്ഞി കുടിക്കാനുള്ള വക ഉണ്ടാക്കുകയല്ല ചെയ്തത്, പോക്കറ്റിൽ നിന്ന് ഫ്ലാറ്റ് എടുത്ത് കൊടുക്കുകയല്ല ചെയ്തത്, ഊതി ഉന്തി മറിച്ചു വിട്ട് അവിടെ പോക്കറ്റ് മുഴുവൻ കീറിപ്പറിച്ചെടുക്കുകയല്ല ചെയ്തത്. പിന്നെ അവർ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. വചനം പ്രസംഗിച്ചു, കർത്താവ് ഉണർവഹിച്ചു, വലിയ ദൈവപ്രവൃത്തിയോടെ നടന്നു. 3000 പേരെന്നുള്ള വിശ്വാസി സമൂഹം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനം ദൈവത്തിലേക്ക് വരുവാനിടയായി. യഥാർത്ഥ ദൈവവചനത്തിന്റെ പ്രബോധനങ്ങൾ ഇന്ന് വിശ്വാസികൾക്ക് കിട്ടുന്നില്ല. അമേരിക്കയിലും ദുബായിലും ലണ്ടനിലും ഒക്കെ വിസിറ്റിങ്ങിന് പോയ പാസ്റ്റർമാർ വന്ന് പ്രസംഗിക്കുന്ന മുഴുവൻ അവിടുത്തെ വിശേഷങ്ങളാണ്. എനിക്കത് കേൾക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട്. അവിടെ പോയി വ്യാജം പറഞ്ഞ് കാശുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്ന് വിശ്വാസികളെ തുലയ്ക്കരുതേ എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ വചനം പ്രസംഗിച്ച് നടത്തുക. എബ്രായ ലേഖനത്തിൽ എൻ്റെ 7-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. വചനം പ്രസംഗിച്ച് നടത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കണമെങ്കിൽ എന്ത് വേണം? ആ വൃക്ഷത്തിന് കായ്ക്കുവാൻ വേണ്ടുന്ന വളങ്ങൾ ഇട്ട് കൊടുക്കണം, വെള്ളം കൊടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവവചനത്തിൻ്റെ പോഷണവും ഒരു മുന്തിരിവള്ളിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടുമ്പോഴാണ് അവൻ ഫലം കായ്ക്കുന്നത്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ നീക്കിക്കളയുന്ന, കാരണം കർത്താവിൽ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ കർത്താവ് നീക്കിക്കളയും. പിന്നെ പറഞ്ഞിട്ട് കഥയില്ല, അതും ഇതും പറഞ്ഞിട്ട് കഥയില്ല. പിന്നെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ഫലം കായ്ക്കത്തക്ക നിലയിൽ വിശ്വാസികളെ നമ്മൾ എന്ത് ചെയ്യുക? വളർത്തിയെടുക്കുക. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കത്തക്ക നിലയിൽ വളർത്തിയെടുക്കുക. ഇന്നിപ്പോൾ ഫലം കായ്ക്കുന്ന മുഴുവൻ അമേരിക്കയിലും ലണ്ടനിലും ദുബായിലും അവിടെ ഇവിടെയൊക്കെ തലയെറിഞ്ഞ് കിടന്ന് പ്രാർത്ഥിച്ച് അങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ട് അവരിൽ നിന്നുള്ള ഭൗതികം സ്വീകരിച്ച് ജഡികമായ ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് സഭകൾ കൺവെൻഷൻ നടത്തുന്നു, മത്സര കൺവെൻഷൻ. ഓരോ സംഘടനകളും മത്സരിച്ചാണ് കൺവെൻഷൻ നടത്തുന്നത്. ഞാൻ നോക്കിയിട്ട് ഇതിൽ നിന്നും ഒരു ചുക്കും കിട്ടാനില്ല. കുറെ പാട്ട് കുർബാനയും കുറെ പാട്ടുപാടിയുള്ള പ്രസരങ്ങളും
ആത്മാവിൻ്റെ ആരാധനയുടെ സ്ഥാനത്ത് സാത്താൻ പാട്ട് തിരികെ കയറ്റിയിരിക്കുക. ഞാനിത് സത്യമായിട്ട് പറയുക. ആത്മാവിൻ്റെ ആരാധന ഇല്ലാത്ത സ്ഥാനത്ത് ആത്മീകമായ ദാരിദ്ര്യമായിരിക്കും വരുന്നത്. ആത്മാവിൻ്റെ ഇടപെടൽ വിശ്വാസികൾ കിട്ടത്തില്ല. ദൈവവചനത്തിൻ്റെ മാർമിക സത്യങ്ങൾ വിശ്വാസികൾ കിട്ടത്തില്ല. അവർ നശിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ദൈവവചനത്തിൻ്റെ പോഷണം കിട്ടണം. അത് ആത്മാവിൽ പ്രസംഗിക്കപ്പെടണം. അത് ആത്മനിയോഗത്താൽ പ്രസംഗിക്കപ്പെടണം. അത് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന അളവിലേക്ക് ജനഹൃദയങ്ങളിലേക്ക് ചെല്ലണം. അവരിൽ ക്രിയ ചെയ്യണം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചങ്ങളെയും വേർപിടിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. ഈ വചനം ഹൃദയത്തിൽ തുളച്ചു ചെന്ന് രൂപാന്തരം ഉണ്ടാക്കണം. അതിനായിട്ട് വചനം ആത്മാവിൽ പ്രാർത്ഥിച്ച് പ്രാപിച്ച് പ്രസംഗിക്കണം. പാസ്റ്റർമാരെ, നിങ്ങളുടെ ചപ്പട് വിദ്യകളെല്ലാം നിർത്താൻ ഒരു ഗുണവുമില്ല വിശ്വാസിക്ക്. ഒരു പാട്ടുപാടി, 3 പാട്ടുപാടി, 4 പാട്ടുപാടി, ഒരു പാട്ടുകൊണ്ട് ആരാധന തീർത്ത മഹാന്മാർ എറണാകുളം പട്ടണത്തിൽ കിടപ്പുണ്ട്. കർത്താവ് എനിക്കൊരു പാട്ട് തന്നു, നമുക്കെല്ലാവർക്കും കൂടി പാടാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് പാടി, അത് ഏറ്റുപാടി പാട്ടിലാക്കി സ്തോത്രാശയം പിരിച്ച് പുള്ളികൾ സ്ഥലം വിട്ടു. വിശ്വാസികളെല്ലാം നരകത്തിൽ പോകത്തക്ക നിലയിൽ പരുവത്തിലുമായി. പിന്നെ എന്തിനീ ഉപദേശം? മത്തായി 28:20 ഞാൻ ഇവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കൊണ്ടും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ ആ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. 4-ാം വാക്യം വായിച്ചേ. 4-ാം വാക്യം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കർത്താവിൽ വസിക്കുക. അതെങ്ങനെയാ? അതിനൊരു നിർവചനം കൊടുക്കാം. കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കുക, നാം കർത്താവിൽ വസിക്കുക. കർത്താവിൻ്റെ വചനത്തിൽ നാം വസിക്കുമ്പോൾ നാം കർത്താവിൽ വസിക്കുക. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾ കഴിയുക. ഇപ്പൊ ഇവിടെ കിടന്ന് സ്വയമായി കായ്ച്ചുകൊണ്ടിരിക്കുക. സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും സ്വന്തം പ്രാപ്തിയിലും കായ്ക്കുക. ഒരു ഗുണമില്ലെന്ന് മനസ്സിലായിക്കോ. സ്വന്തമായിട്ട് കായ്ക്കാൻ നമ്മളിൽ എന്താ വിശേഷതയുള്ളത്? എന്തെങ്കിലും വിശേഷതയുണ്ട്? നമ്മൾ ആരാ? ഇവിടെ ഒരു മഹാൻ ചോദിച്ചാൽ നിങ്ങൾ ആരാ? പുള്ളിയെ ട്രോളടിച്ച് പുള്ളിയെ കൊന്നു. അപ്പൊ ഞാൻ ചോദിക്കാം, നമ്മൾ ആരാ? നമ്മൾ എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 12 വാക്യങ്ങളൊന്ന് ഉറച്ച് വായിച്ചേ, കേൾക്കട്ടെ. ഭാഷം ഒന്ന് വായിച്ചേ. സ്തോത്രം. നമ്മൾ ആരാ? എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴാണ് ദൈവമക്കളെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ. അടുത്ത ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരം എന്ന് പറയുന്നത് സാത്താന്റെ അധികാരം, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും. ഇതാണ് നമ്മുടെ ചിത്രം. കത്തോലിക്കനായാലും CSI കാരനായാലും പഴയ പാരമ്പര്യ ബന്ധക്കോസുകാരനായാലും ഓർത്തഡോക്സുകാരനായാലും മർത്തോമക്കാരനായാലും ഹിന്ദുക്കളായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ലോകത്തിലെ ഏത് ജാതി മത ഗോത്ര ഭാഷ വംശ വർഗ വർണ്ണ വിവേചനത്തിൽപ്പെട്ടവർ ആരായാലും ഏത് മഹാനാണെങ്കിലും നിങ്ങളുടെ ചിത്രം ഇതാ ഇവിടെ വായിച്ചു കേട്ടു. ഒന്നുകൂടി വായിച്ചേ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ. അടുത്തത്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പൊ നമ്മൾ ആരെ അനുസരിച്ച് നടന്നു? ആരെ അനുസരിച്ച് നടന്നു? സാത്താനെ അനുസരിച്ച് നടന്നവർ ഇല്ലേ? അങ്ങനെയല്ലേ ഇവിടെ എഴുതിയേക്കണേ? ആ വാക്യത്തിൽ എൻ്റെ ശരിയായ അർത്ഥമുണ്ടല്ലോ. വേദോസം വായിച്ച് പഠിക്കാത്തതിന് ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പൗലോസ് പറയുന്നത് മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. അതേതാ? ദൈവാത്മാവാണോ? അല്ല, ദുരാത്മാവ്. ആത്മാവിനും അധിപതിയായവനും അനുസരിച്ച് നടന്നു. അപ്പൊ പിശാചന്റെ ആത്മാവിനെ അനുസരിച്ചായി നടന്നവനെ
ക്രിസ്തുയേശുവിനോടുകൂടി ഉയർപ്പിച്ചു എന്നുള്ള സത്യമാണ് എഫേസ്യരെ പൗലോസ് പഠിപ്പിക്കുന്നത്. അതിന്റെ 5-ാമത്തെ വാക്യവും അതിക്രമങ്ങളാൽ ഭരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു. ഇനി 7-ാം വാക്യം വരുമ്പോൾ യേശു ക്രിസ്തുവിൽ അവനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. പെന്തക്കോസ്തുകാരെ, ഈ യാഥാർത്ഥ്യം മനസ്സിലാകാതെ പോകരുത്. പിശാചിന്റെ അടിമ നുഖത്തിൽ കിടന്ന് ഞെളിപിരി കൊണ്ട് നശിച്ച് നരകാഗ്നിയിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മളെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. സ്വർഗീയമായ അനുഭവത്തിലാണ് ഇന്ന് പെന്തക്കോസ്തുകാരായിരിക്കുന്നത്. ആണോ? അങ്ങനെയാണോ? ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മാവിൽ സന്തോഷം. ദൈവനീതി ചെയ്ത് പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് ദൈവിക സമാധാനത്താൽ നിറയപ്പെട്ട ഓരോ വ്യക്തികളാണ് നമ്മൾ. ഓരോ വിശ്വാസിയും ആത്മീക സ്വർഗീയ അനുഭവത്തിലാണ് ഈ ഭൂമിയിൽ ഇരിക്കേണ്ടത്. പുസ്തകം അങ്ങനെ പറയുന്നു, അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ തലതിരിഞ്ഞവർ പഠിപ്പിക്കുന്നതനുസരിച്ച് അവർ ഈ അനുഭവത്തിലൊന്നും അല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 25 വർഷം പെന്തക്കോസ്ത് പാസ്റ്റർമാർ എന്നെ പഠിപ്പിച്ചിട്ട് എനിക്കിതൊന്നും മനസ്സിലായില്ല. അവർ സങ്കീർത്തനം പാടി പാട്ടും പാടി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ദൈവവചനം പുതിയ നിയമം പഠിപ്പിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ, അതിശ്രേഷ്ഠ ദാസനെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിശ്രേഷ്ഠ ദാസന്മാരെന്നൊക്കെ പറയുന്നത് ഈ ഊതി വീഴ്ത്തുന്നവരെ പറയുന്ന അതൊക്കെ അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ്. ഒരു കർത്താവിൻ്റെ എളിയ ദാസൻ ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ചപ്പോഴാണ്, അപ്പോസ്തലവചനം പഠിച്ചപ്പോഴാണ് കണ്ണു തുറന്നത്. അതുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ പിശാചിന്റെ അടിമത്വത്തിൽ കിടന്നവരെ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു, അവനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. ഇപ്പോൾ ഒരു ആത്മീക സ്വർഗത്തിൽ നമ്മൾ ഇരിക്കുക. ദൈവരാജ്യം ഭക്ഷണമാനമല്ല, നീതി സമാധാനം പരിശുദ്ധ സന്തോഷം. നീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി വിശ്വാസി, ദൈവിക സമാധാനത്തിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു വിശ്വാസി, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി, നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശ്വാസി. ആ ആത്മീക സ്വർഗത്തിൽ നമ്മൾ ഇരുത്തിയിരിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ആ അനുഭവത്തിലാണോ? അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് ഇന്ന് വൽക്കാലം വരാൻ ദൈവസനിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കും. എനിക്ക് അതേ പറ്റത്തുള്ളൂ പറയാൻ. പാസ്റ്റർമാർ പറയുന്ന ഉപദേശം കേട്ട് നിങ്ങൾ ജീവിക്കരുത്. പാസ്റ്റർമാർ പറയുന്ന ഉപദേശം പത്യവചനം സത്യവചനം പത്യോപദേശമാണെങ്കിൽ അത് അനുസരിച്ചോണം, ഇല്ലെങ്കിൽ അതെടുത്തങ്ങ് കളഞ്ഞേക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങളുടെ നിത്യത നഷ്ടമാകും. ഞാനത് പലർക്കും ഈർച്ച ഉണ്ടാകുന്നതാണ്. ഒരു ഈർച്ച ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. സത്യം തുറന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി പോയോ? വനത്തിലേക്ക് മടങ്ങുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ അപ്പൊ സ്വയമായി കായ്ച്ചുകൊണ്ടിരിക്കുക ഇന്ന് പലരും. അതുകൊണ്ട് ആ ഗുണമില്ലായിരിക്കുന്ന വിശ്വാസി. സ്വന്തമായിട്ട് നമ്മൾ കായ്ക്കാൻ തുടങ്ങിയ ഒരു ഗുണവുമില്ല. നമ്മൾ കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവിലുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കണം. കർത്താവിൻ്റെ സ്വഭാവവും കർത്താവിൻ്റെ മനസ്സും അവൻ്റെ സ്വഭാവ വിശേഷങ്ങളും നമ്മളിൽ നിന്ന് വെളിപ്പെടും. നമ്മളിൽ പലരും ക്രിസ്തുവിൻ്റെ സ്വഭാവം ഇല്ലെന്നേ. അത് മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ഇത് മൂന്നും നമുക്കുണ്ടാകണം. അങ്ങനെ വചനം സൂക്ഷിക്കുമ്പോഴേ വചനം മറ്റുള്ളവർക്ക് എറിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വാക്കുകളെല്ലാം വ്യർത്ഥ വാക്കുകളാണ്. ഈ വചനം എടുത്ത് പ്രസംഗിക്കുന്നത് നല്ലതാണെങ്കിലും ഇത് പ്രസംഗിക്കേണ്ട യോഗ്യതയുള്ളവർ പ്രസംഗിക്കണം, അല്ലാത്തവർ പ്രസംഗിക്കാൻ പാടില്ല. അതിനാണ് വചനം പറയുന്നത്, അവൻ ചിലരെ കർത്താവ് ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചു. ദൈവം നിയമിച്ചെങ്കിൽ നീ പ്രസംഗിക്ക്, ഇല്ലെങ്കിൽ പഴയ പണിക്ക് പോ. നീ അതാ നല്ലത്. എന്നോട് ആര് പറഞ്ഞു പുസ്തകം എടുക്കാൻ? ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളോടാണ് ഞാൻ ഈ പറയുന്നത്. ദൈവം നിന്നെ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ നീ എന്തിനു പ്രസംഗിക്കുന്നു? നീ കഞ്ഞിക്ക് പ്രസംഗിക്കുന്നു, ഒരു ഷോയ്ക്ക് പ്രസംഗിക്കുന്നു, ആള് കളിക്കാൻ പ്രസംഗിക്കുന്നു. വേണ്ട, നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക. ഹല്ലേലൂയ. വെറുതെ കയറി ആവാത്ത പണിക്ക് പോകരുതെന്ന് പണ്ട് ചിലർ പറയാറുണ്ട്. ചില കൊച്ചു കുട്ടികൾ ചില കാര്യങ്ങൾ, പൊന്നുമോനെ ആവാത്ത പണിക്ക് പോകാടാ, ആ പണിക്ക് പോയാൽ അവൻ കുഴഞ്ഞു തന്നെ, അവൻ്റെ ഇടപാട് തീർന്നതോടെ. അതുകൊണ്ട് ദൈവമാക്കി വെച്ചവർ, ദൈവത്തിൻ്റെ ആത്മ നിയോഗമുള്ളവർ, നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ എവിടെവിടും എന്നെ കർത്താവ് ആക്കി വെച്ചിരിക്കും. ദൈവം ആക്കി വെച്ചവൻ ദൈവത്തിന് വചനം സംസാരിക്കും, ദൈവസന്ധിതിയായവൻ ദൈവവചനം കേൾക്കും.
അതാണ് വ്യവസ്ഥ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രം, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾ കഴിയില്ല. കൊമ്പിന് മുന്തിൽ വള്ളി വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ കഴിയില്ല. കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പാലിക്കാതെ, അനുസരിക്കാതെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. ആത്മീക ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. ആകാത്ത ഫലം പുറപ്പെടുവിക്കും. അതായത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് പരിജ്ഞാനത്തോടെ പഠിച്ചെടുക്കുക, വിവേകത്തോടെ പഠിച്ചെടുക്കുക.